ഇയാൾക്ക് സഹായം ഉണ്ടാവാനുള്ള എല്ലാ പോസിബിലിറ്റിയും ഉണ്ട്. ആരാണ് ആ ഒറ്റുകാർ എന്ന് കണ്ടുപിടിക്കണം, അവരും ശിക്ഷിക്കപ്പെടണം. ദീപക്, ഹാഷ്മി സഹായം ഉണ്ടായോ എന്നുള്ളത് ഈ ഘട്ടത്തിൽ സ്ഥിരീകരിക്കാനാകില്ല. പക്ഷേ സഹായമില്ലാതെ എങ്ങനെ ഒരു കൊടും കുറ്റവാളിക്ക് ഇത്രയും ദിവസമെടുത്ത് ജയിലിൻ്റെ അഴി മുറിച്ചെടുക്കാൻ സാധിക്കും? ഒരാൾക്ക് കടക്കാൻ വേണ്ടി 2 ജയിലഴിയെങ്കിലും മുറിക്കേണ്ടി വരും. സ്വാഭാവികമായും ഇപ്പോൾ ഒരു 6 പാക്ക് ഗോവിന്ദച്ചാമിയാണ്. ആ ഗോവിന്ദച്ചാമിക്ക് കടക്കാൻ 2 അഴിയെങ്കിലും മുറിക്കേണ്ടി വരും. ആ കാരിരുമ്പിൻ്റെ കരുത്തിൽ 2 അഴി മുറിക്കണമെങ്കിൽ 4 ഇടങ്ങളിൽ ഈ ഇരുമ്പടി കട്ട് ചെയ്യണം. ഇത് ദിവസങ്ങളെടുത്ത് കട്ട് ചെയ്ത് പുറത്തേക്ക് കടക്കുമ്പോൾ ആരോ കണ്ണു ചിമ്മിയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അല്ലെങ്കിൽ ഈ സുരക്ഷാ ഡ്യൂട്ടിയിലുള്ളവർ അവിടെ വലിയ വീഴ്ചകൾ 1 ദിവസമല്ല 2 ദിവസമല്ല കുറേ ദിവസങ്ങളായി ഈ ബി ബ്ലോക്കിൽ വരുത്തിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം അവിടെ സുരക്ഷാ പോയിന്റാണ്, ഒരു സെക്യൂരിറ്റി ഗാർഡ് പോയിന്റാണ്, ജയിലിനകത്തെ ജയിലാണ് 10ാം ബ്ലോക്ക്. അതീവ സുരക്ഷ വേണ്ട കുറ്റവാളികളെ പാർപ്പിക്കുന്നതാണ് 10ാം ബ്ലോക്ക്. ഗോവിന്ദച്ചാമി ഒരു ഇൻബിൽറ്റ് ക്രിമിനൽ എന്ന് ജയിൽ ഡീറ്റെയിലിങ്ങിൽ തന്നെ വന്നതാണ്. അതുകൊണ്ട് ഏത് സാഹചര്യവും നേരിടാൻ പാകത്തിലുള്ള ഒരു ശക്തമായ സുരക്ഷ അവിടെ ഉണ്ടാകേണ്ടതാണ്. പക്ഷെ അതുണ്ടായില്ല എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ നോക്കുമ്പോൾ ഹാഷ്മി പറയുന്ന വാദം ശരിവെക്കേണ്ടി വരും. ആരോ സഹായിച്ചു, ആരോ ഒറ്റുകാരനായി എന്ന് സംശയിക്കേണ്ടി വരും. പക്ഷെ അതുണ്ടാകില്ല, ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. നമ്മുടെ സിസ്റ്റം അങ്ങനെ മോശമാവാൻ പാടില്ലല്ലോ ഹാഷ്മി. പക്ഷേ വലിയൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ആ വീഴ്ചയിൽ കടുത്ത നടപടിയിലേക്ക് സർക്കാർ കടക്കുമെന്ന സൂചനകൾ ലഭിക്കുന്നു. കാരണം കണ്ണൂർ ജയിലിൽ ജയിൽ മേധാവി ഇന്ന് സന്ദർശിക്കാനിരിക്കെ, ജയിൽ മേധാവി ഉന്നതതല യോഗം ഇന്ന് കണ്ണൂർ ജയിലിൽ നടത്താനിരിക്കെ, ഇന്നലെ രാത്രി ബൽറാം കുമാർ ഉപാധ്യായ കണ്ണൂരിൽ എത്തിയിരിക്കെ, ഇന്ന് ജയിലിൽ ഒരു വലിയ ചാട്ടം നടക്കുന്നു. മണിക്കൂറുകൾ കഴിഞ്ഞ് മാത്രം സിറ്റി പോലീസിനെ കണ്ണൂർ പോലീസ് അറിയുന്നു. പക്ഷേ 4.5 മണിക്കൂർ കൊണ്ട് പോലീസ് പിടിച്ചെടുത്തു. അതും ഗോവിന്ദച്ചാമിയെ 4.5 മണിക്കൂർ കൊണ്ട് പിടിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ അതിന് അഭിനന്ദിച്ചേ മതിയാവൂ. കാരണം ഹാഷ്മി വേണമെങ്കിൽ മണിക്കൂറുകൾ കൊണ്ട് ആ സമയത്ത് സംസ്ഥാനം കടന്നു പോകാൻ പോലും പറ്റുമായിരുന്നു. ഇപ്പം 4.5 മണി കണക്കെടുത്താൽ തന്നെ 4.5 മണിക്ക് ചാടിക്കഴിഞ്ഞാൽ കണ്ണൂർ ജില്ല കടക്കാൻ 1 മണിക്കൂർ വേണ്ട. സ്വാഭാവികമായും അദ്ദേഹത്തിന് ഏതെങ്കിലും NP ലോറിയിലോ മറ്റു മീൻ വണ്ടികളിലോ എന്തിലെങ്കിലും കയറി പോകാൻ പറ്റും. മാത്രവുമല്ല ഗോവിന്ദച്ചാമി പഴയ ഗോവിന്ദച്ചാമിയല്ല. പഴയ ദൃശ്യങ്ങൾ കണ്ടവർക്ക് ഗോവിന്ദച്ചാമിയെ, ഇന്നത്തെ ഗോവിന്ദച്ചാമിയെ തിരിച്ചറിയുകയും ബുദ്ധിമുട്ടാണ് എന്നുള്ളത് നിർണായകമാണ്. ഏതായാലും വലിയ വീഴ്ച ജയിൽ വകുപ്പ് നടത്തിയിരിക്കുന്നു. ജയിൽ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും അവർ വലിയ ഗുരുതര വീഴ്ച ഉണ്ടായിരിക്കുന്നു. കേരള പോലീസ് തൽക്കാലം മാനം രക്ഷിക്കുന്നു എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. ഹാഷ്മി, ഗോവിന്ദച്ചാമി പിടിയിലായിരിക്കുന്നു. ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത് പുലർച്ചെ 1:15 എന്നുള്ളതാണ് ആദ്യം വന്ന വാർത്ത. പിന്നീട് ഒരു പോലീസ് ഉദ്യോഗസ്ഥർ അത് 4 എന്ന് പറഞ്ഞിരുന്നു. അതിലെ ഒരു വ്യക്തത ഇനിയും വരട്ടെ. എന്തായാലും ഇയാൾ ദീർഘ ദിവസങ്ങളെടുത്ത് 4 അഴികൾ അയാൾ മുറിച്ചു മാറ്റി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വരുന്നത്. അപ്പോൾ എങ്ങനെ മുറിച്ചു മാറ്റി, അത് മുറിക്കാൻ ഉള്ള ടൂൾസ് അയാൾക്ക് എങ്ങനെ കിട്ടി? ഇനി കേവലം ഒരു ആക്സോ ബ്ലേഡ് മാത്രമാണെങ്കിൽ ആക്സോ ബ്ലേഡ് ഉപയോഗിച്ചുകൊണ്ട് കാരിരുമ്പിൻ്റെ കരുത്തുള്ള ഈ കമ്പി, GI പൈപ്പ് അല്ല, വലിയ കമ്പിയാണ്, വലിയ ഉരുക്കാണ്, ഉരുക്കിൻ്റെ കമ്പി, അതങ്ങനെ ഇയാൾ ദിവസങ്ങളെടുത്ത് മുറിച്ചു. അതാരും കണ്ടില്ലേ? ഈ പറയുന്ന ജയിലിനകത്തെ ജയിൽ എന്നറിയപ്പെടുന്ന ഭീകരന്മാരായ കുറ്റവാളികളെ താമസിപ്പിക്കുന്ന, കൊടും കുറ്റവാളികളെ താമസിപ്പിക്കുന്ന 10ാം ബ്ലോക്കിനകത്ത് നിന്നും ഇയാൾ ആരുടെയും കണ്ണിൽപ്പെടാതെ ദിവസങ്ങളെടുത്ത കമ്പി ഓരോന്നോരോന്നായി മുറിച്ചു മാറ്റി അയാൾ അവിടെ നിന്ന് ഇറങ്ങി ഈ പറയുന്ന പല ബ്ലോക്കുകൾ കടന്ന് വലിയ ആൾപ്പൊക്കത്തിൽ 6 അടി ആൾപ്പൊക്കത്തിൽ അങ്ങനെ നിൽക്കുന്ന ആ മതിൽ, അതിൻ്റെ ഫെൻസിങ്, ഇരുമ്പ് ഫെൻസിങ് ആണുള്ളത്. അത് കടന്ന് പ്രേക്ഷകർ ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കാണുകയാണ്. അപ്പോൾ അത് കടന്ന് അയാളെ കിണറ്റിൽ നിന്ന് തൂക്കിയെടുത്ത വീട്ടിനകത്തൂടെ ആണ് അയാളെ കയറ്റുന്നത്. അകത്തൂടെ കയറ്റി പുറത്തേക്ക് പോലീസ് ജീപ്പിൽ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അയാൾ അപ്പോഴും കുതറാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കിണറിനകത്ത് കയറി ഒളിച്ചിരിക്കുകയായിരുന്നു. അയാളെ വീടിനകത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു.